ശരിയായ തുടക്കം. സോ ഗൈസ് അഗൈൻ ബാക്ക് ടു അവർ ചാനൽ മോക്കോ ഗെയിമിംഗ്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ വേൾഡിൽ ഇന്ന് നമ്മളൊന്ന് കയറിയിട്ട് അത്യാവശ്യം കുറേ വുഡും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുതിയൊരു സ്റ്റാർട്ടർ ഹൗസ് ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടില്ലേ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഫസ്റ്റ് പാർട്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് വരിക. ഇത്തിരി സൗണ്ട് കുറച്ചോട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ കുറച്ച് അയണും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടീനി, അതും ജസ്റ്റ് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിനി. ഇപ്പോൾ നമുക്ക് ഏകദേശം കുറച്ച് അയൺ കാര്യമുണ്ട്. ഇപ്പോൾ ആദ്യം തന്നെ ഒരു ഷീൽഡ് ഉണ്ടാക്കുക, പിന്നെ ഒരു പിക്കാസ് ഉണ്ടാക്കുക, പിന്നെ ഒരു ആക്സ് ഉണ്ടാക്കുക, പിന്നെ ഒരു സോഡ് ഉണ്ടാക്കുക. തൽക്കാലം നമുക്ക് ഇത്ര കാര്യങ്ങൾ മതി. എന്താ വെച്ചാൽ ഇത്ര മതി. പിന്നെ നമുക്ക് പിന്നെ സെറ്റാക്കാം. ഓക്കെ, ഞാൻ കുറേ അല്ല, അത്യാവശ്യം കുറച്ച് വുഡും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തിനാ വെച്ചാൽ നമുക്ക് ഒരു സ്റ്റാർട്ടർ ഹൗസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കണം. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് നമുക്ക് സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്റ്റോണ് കുറച്ച് നമുക്ക് ആവശ്യമുണ്ട്. ജസ്റ്റ് കുറച്ച് സ്റ്റോൺ മൈൻ ചെയ്യുക. സോ ഗൈസ് നമ്മൾ കുറച്ചധികം സ്റ്റോണും കാര്യങ്ങളൊക്കെ മൈൻ ചെയ്തിട്ട് എടുത്തിക്കുന്നു ഇവിടുന്ന്. നമുക്ക് നമ്മുടെ ഒരു സ്റ്റാർട്ടർ ഹൗസ് ഉണ്ടാക്കാൻ കുറച്ച് സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് സ്റ്റോൺ എടുത്ത് ഇനി നമുക്ക് നല്ലൊരു പ്ലേസ് കണ്ടുപിടിക്കണം ഗൈസ് നമ്മുടെ ഒരു വീടുണ്ടാക്കാൻ. ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു ഏരിയയിലൊക്കെ ആയിട്ടൊരു നല്ലൊരു വീട് ഉണ്ടാക്കാമെന്നാണ്. ഒരു ഏരിയ എന്ന് പറയുമ്പം ആ മലേൻ്റെ ടോപ്പിൽ ഉണ്ടാക്കണോ, അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലമില്ലേ ഇതേമാതിരത്തെ എവിടെ ഉണ്ടാക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇവിടെ ഒന്നും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ട്. പക്ഷേ ആ മലേൻ്റെ ടോപ്പിലുണ്ടാക്കിയ കുറച്ചും കൂടി എന്താ പറയുക, കുറച്ച് ദൂരെയാണ്. പക്ഷേ സീനില്ല, നമുക്ക് താഴോട്ട് ഇറങ്ങി വരാനൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകും. പക്ഷേ അല്ലെങ്കിൽ ഇവിടെ ഒരു ഗുഹ ഉണ്ട്, ഇവിടെ ഉണ്ടാക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ നൈസായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കണം. ഈ ഒരു ഭാഗവും അത്യാവശ്യം കിടിലാണ്. പിന്നെ അവിടെ ഉണ്ട് നല്ല പ്ലേസ്. ഇവിടെ ഗൈസ് കുറച്ചും കൂടി രസമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കേണ്ട ഒരു സീനുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കാം. സോ ഫ്രണ്ട്സ്, നമ്മൾ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ ഗൈസ് ഈ ഒരു ഏരിയ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ വോയിസ് ഇല്ലേ, ഇത് മാക്സിമം ഞാൻ ഗൈസ് റെഡിയാക്കാൻ നോക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ക്വാളിറ്റി കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്. ഗൈസ് നമ്മുടെ പഴയ വീഡിയോ ഒക്കെ നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ വോയിസ് അത്യാവശ്യം നല്ല രീതിക്ക് ഷോകാന്ന് വെച്ചാൽ നമ്മളെ വോയിസ് ഇത്ര ക്ലിയർ അല്ലേനു. ഓക്കെ, ഇപ്പോൾ നമ്മൾ മാക്സിമം ക്ലിയർ ആക്കാൻ നോക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയുക നമ്മുടെ വോയിസ്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ എഡ്ജും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കുറച്ച് ഫില്ലപ്പ് ചെയ്യാണ്ട്. എന്താ വെച്ചാൽ നമ്മളെ വീട് വരുമ്പോൾ കുറച്ച് നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാമല്ലോ. എന്നുവെച്ചാൽ വീടിന് തന്നെ അല്ല, ഇപ്പോൾ കുറച്ച് അഡീഷണൽ പ്ലേസ് ആവശ്യമുണ്ടാവും. പക്ഷെ ഞാൻ അത്ര വലിയ വീടൊന്നും ഉണ്ടാക്കാനല്ല നോക്കുന്നത്. ഒരു ജസ്റ്റ് സ്റ്റാർട്ടർ ഹൗസ് സെറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് കൂടിയാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കയറുക. എന്നിട്ട് ഇവിടെയൊക്കെ കുറച്ച് സംഭവങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ബോർഡർ വരച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഗൈസ് നമ്മൾ നമ്മുടെ ആ ഒരു ബോർഡറും കാര്യങ്ങളൊക്കെ വരച്ചിട്ടിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല നമ്മളെന്താ ഉണ്ടാക്കുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ ഒരു 3 ബ്ലോക്ക് ഹൈറ്റിൽ എല്ലായിടത്തും പില്ലർ ഉണ്ടാക്കി വെക്കണം. ഓക്കെ, ഇവിടെ ഇപ്പോൾ 2 ഇത് ചെയ്ത് ഇനി ഇത് ഫുള്ള് പില്ലറാക്കണം. പിന്നെ അതേമാതിരി തന്നെ പില്ലറാക്കുന്നതിനൊപ്പം നമുക്ക് അവിടെ ഇങ്ങനെ എല്ലാം യോജിപ്പിച്ചൊക്കെയും കൂടി വേണം, എന്നാലേ നമ്മളെ ജസ്റ്റ് ആ ഒരു ബേസ് ആവുള്ളൂ. അപ്പോൾ ഞാൻ അത് ചെയ്തിട്ട് ബാക്കി കാണിച്ചു തരാം. സോ ഗൈസ് അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ നമ്മുടെ വീട്ടിൽ ഡിസൈൻ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ മേലോട്ടൊരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. എന്തിനാണ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വീട് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ മേലെയാണ്. താഴത്ത് എന്താ വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റോറേജ് മാതിരി സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് മൈൻക്രാഫ്റ്റിൻ്റെ മെയിനായിട്ട് ഏറ്റവും ആവശ്യമുള്ള കാര്യം സ്റ്റോറേജ് ആണല്ലോ. ജസ്റ്റ് ഒരു സ്റ്റോറേജ് മാതിരി സെറ്റ് ചെയ്യാൻ
ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് സ്റ്റെയറും കാര്യങ്ങളൊക്കെ വെക്കുക. അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒരു അളവ് എടുക്കണം. എന്നല്ല, ജസ്റ്റ് നോക്കണം എങ്ങനെയാണ് വെക്കേണ്ടത്. നമുക്ക് ഇവിടെ 2 ഇതുള്ള സ്റ്റെപ്പ് മതി. ഇവിടെ 2 തരത്തിൽ ഡിസൈൻ ആക്കുക. സോ ഇവിടെ മുതൽ സ്റ്റെപ്പ് വെച്ച് തുടങ്ങേണ്ടി വരും. ഇവിടെ ഒന്ന് വെക്കേണ്ടി വരും. ഓക്കെ, ഇനി ഒന്ന് ഇവിടെ 2 ബ്ലോക്ക് പ്ലേസ് ചെയ്യാം. ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പ് വെക്കാം. ഇത്ര വേണ്ടല്ലോ, ഇത്ര ഡിസ്റ്റൻസ് വേണ്ട. ശരിക്കും കുറച്ച് മതി. ഒരു ബ്ലോക്ക് മുന്നോട്ട് ആയിട്ടുണ്ടാക്കാം, അതാണ് കുറച്ചും കൂടി നല്ലത്. ഓക്കെ വെയിറ്റ്. സോറി ഗൈസ്, ഒരു കോൾ വന്ന്, അപ്പോൾ പെട്ടെന്ന് വീഡിയോ സ്റ്റക്കായി പോയി. അപ്പോൾ നമ്മൾ സ്റ്റെയറും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിരിക്കുന്നു. ഇനി നമുക്ക് കുറച്ചും കൂടി വീട് സെറ്റാക്കണം. വീട് സെറ്റാക്കണം എന്ന് വെച്ചാൽ സെറ്റാക്കണം. അപ്പോൾ താഴത്ത് നമ്മൾ ഒരു സാധാ ഡിസൈനല്ല നോക്കുന്നത്. നമ്മൾ കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടാണ് നമ്മൾ വാളിടാൻ നോക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. നമ്മളിതാ ഇതേമാതിരി സ്റ്റെയർ വെക്കും. എന്നിട്ട് അങ്ങനെയുള്ളൊരു ചെറിയൊരു ഡിസൈനാണ് ഉദ്ദേശിക്കുന്നത്. കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെ നമ്മൾ മൊത്തം ചെയ്തെടുക്കണം. ഇപ്പോൾ മൊത്തം ചെയ്യിക്കുകയാണ്. സോറി ഗൈസ്, ചെറിയൊരു തെറ്റ് പറ്റി. ഇങ്ങനെയല്ല നമ്മൾ വെക്കേണ്ടത്. നമ്മൾ ആദ്യം വിചാരിച്ചത് 3 ബ്ലോക്ക് ആണെങ്കിൽ ഇങ്ങനെ സ്റ്റെപ്പ് താഴത്ത് മേലും വെച്ച് ജസ്റ്റ് ഒരു ഗ്ലാസ് ഇടാൻ. പക്ഷേ ശരിക്കും ഇങ്ങനെയല്ല ഗൈസ്, നമുക്ക് ഇങ്ങനെ വെക്കാം. അതാകുമ്പോൾ കുറച്ചും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫുൾ ഒന്നെങ്കിൽ ഫെൻസോ അല്ലെങ്കിൽ ഗ്ലാസ്സോടെ, അതാകുമ്പോൾ നമുക്ക് കാണാനും പറ്റും, സ്റ്റോറേജ് റൂം ആണെങ്കിലും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനിപ്പം മൊത്തം പൊട്ടിച്ചിട്ട് ഒക്കെ അടിയിലിടണം. ഇല്ല, ഞാൻ ഇവിടെ വരെ ഇട്ടുള്ളൂ, വലിയ സീനില്ല, അത് വെക്കാവുന്നതേ ഉള്ളൂ. വെയിറ്റ് എടാ, ഒരുമാതിരി തെറ്റിപ്പോന്നു. അതാണ് ശരിയായ സീൻ. ഇനി നമുക്ക് കുറച്ചധികം ഗ്ലാസ് ഒപ്പിക്കണമെങ്കിൽ സാൻഡ് വേണമെങ്കിൽ കുറച്ച് അത്യാവശ്യം. ഓക്കെ, സാൻഡ് ഒപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണ്. സാൻഡ് ഒപ്പിച്ചിട്ട് സ്മെൽറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ് ഇത് മൊത്തം ഇട്ടിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. സോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ എവിടെയും പറഞ്ഞു നിർത്തിയത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ പറഞ്ഞ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് കാണിച്ചു തരാനില്ലേ. സോറി ഗൈസ്, ഉള്ളിലേക്കാൻ പറ്റിയില്ല. ഞാൻ ചെറിയൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ അവിടെ പോയി വരികയാണ്. അപ്പോൾ മറന്നു. ഒക്കെ എന്തായാലും കംപ്ലീറ്റ് ചെയ്താൽ ആക്കാം. ചെറിയ പരിപാടിയല്ല, വിഷയമുള്ള കാര്യമല്ല. നമ്മൾ അറിയാലോ. ഓക്കെ, നമ്മൾ തൽക്കാലം ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് കുറച്ച് അധികം വേണ്ടല്ലോ ഇനിയിപ്പോൾ സ്റ്റെയർസ്. ഇനിയിപ്പോൾ കറക്റ്റ് ലെവലിലാണ് സ്റ്റെയർ ഉള്ളത്. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്താ ഒരു വാൾ ഉണ്ടാക്കണം. ഒരു വാള് എന്ന് പറയുമ്പോൾ വാള് നമ്മൾ കോബിൾ സ്റ്റോൺ വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭവം സെറ്റാക്കി എടുക്കണോ. പിന്നെ ഈ ടോപ്പ് ഫുള്ള് നമ്മൾ കവർ ചെയ്യണം. ഈ കട്ട വെച്ചിട്ട്. കട്ട നമുക്ക് ഓൾറെഡി ഉണ്ട്, നമ്മുടെ അടുത്തൊരു 64 ഉണ്ട്. അത് മതിയാവില്ല, ഇതിലും കൂടുതൽ വേണ്ടി വരും. ഇപ്പോൾ കവർ ചെയ്യാൻ സുഖമാണ്. എന്താ വെച്ചാൽ ഞാൻ കളിക്കുന്ന കൺട്രോൾസ് ഉണ്ടല്ലോ, അതിൽ നെക്കി പിടിച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ കട്ട അങ്ങനെ പ്ലേസ് ആവും. അതുകൊണ്ട് അതൊരു അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾ വേണം ഗൈസ് കളിച്ച് പഠിച്ചു വെക്കുക ഒരു കഷ്ടത്തിൽ. അതാകുമ്പോൾ കുറച്ചും കൂടി സിമ്പിളാണ്. പിന്നെ നിങ്ങൾക്ക് ഈ കഷ്ടത്തിൽ കളിച്ചാലുള്ള ഉപയോഗം എന്താ വെച്ചാൽ നിങ്ങൾക്ക് സ്പീഡിൽ ബ്രിഡ്ജ് ചെയ്യാനൊക്കെ പറ്റും. നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് നെതറിലൊക്കെ പോയാൽ അറിയാമല്ലോ, സീനാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ നല്ല സ്പീഡിൽ ബ്രിഡ്ജ് ചെയ്യാൻ പറ്റും. ബ്രിഡ്ജ് ചെയ്യുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ ഇടുന്നതായിരിക്കും. സിമ്പിളാണ് കേസ്, വലിയ പണിയൊന്നുമില്ല ബ്രിഡ്ജ് ചെയ്യാൻ. നമുക്കിങ്ങനെ നമ്മൾ ജാവ പ്ലേസ് ചെയ്യുന്നുണ്ടില്ലേ PC-യിൽ, അതേമാതിരി സിമ്പിളായിട്ട് ചെയ്യുക. എന്തായാലും ഞാൻ ഈ റൂഫ് ടോപ്പ് ഒന്ന് ഫുള്ള് സെറ്റാക്കി കാട്ടാം, എന്നിട്ട് ബാക്കി കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ ടോപ്പ് ഭാഗവും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിനടിയിൽ ഫുള്ള് സ്റ്റോറേജ് ആയിരിക്കുക. പക്ഷേ ഇതിൻ്റെ ടോപ്പ് ഭാഗം നമുക്ക് ഒരു ചെറിയൊരു വീട് സെറ്റാക്കി എടുക്കണം. എന്ന് വെച്ചാൽ ഒരു സിമ്പിൾ വീട്. ഈ ഒരു ഭാഗത്ത് പറയുമ്പോൾ അവിടെയൊക്കെ ആയിട്ടൊരു
സിമ്പിൾ വീട് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പണി നോക്കാം. ജസ്റ്റ് സിമ്പിൾ പറയുമ്പോൾ അത്യാവശ്യം ചെറിയൊരു വീട്. ഓക്കെ, നമുക്ക് അല്ല വേണ്ട ഇത്രയും ഇവിടുന്ന് എടുക്കണ്ട. എന്താ വെച്ചാൽ നമുക്ക് ഒന്നാമത് സ്റ്റോറേജിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം താഴത്ത് ഓൾറെഡി ഫുൾ സ്റ്റോറേജാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് തുടങ്ങാം. അതാകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ബാൽക്കണി വരെയൊക്കെ സെറ്റ് ചെയ്യാറ്. ഇത് കുറച്ചും കൂടി കാണാൻ നല്ല രസമുണ്ടാവും. ഇവിടെ ഇനിയിപ്പോൾ ജസ്റ്റ് ഒരു വീട് സെറ്റാക്കണം. ഇവിടെയും ഇത്ര എടുക്കണമെങ്കിൽ എടുക്കാം, സീനില്ല. ഓക്കെ, ഇവിടെ 4 പില്ലർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നമ്മൾ താഴത്ത് ചെയ്ത മാതിരി തന്നെ ഇതിനും ഇങ്ങനത്തെ സംഭവം ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ ഏകദേശം ചെയ്ത് കഴിയാനായി. എടാ ഗൈസ്, ചെറിയ സീൻ പറ്റി, ബ്ലോക്ക് തീർന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ അത് വെട്ടി വരണം. സീനില്ല, നമുക്ക് എന്തായാലും ബ്ലോക്ക് വെട്ടി വരാൻ. സോ ഗൈസ്, നമ്മൾ വുഡ് കട്ട് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഏകദേശം കുറച്ച് വുഡ് ഇപ്പോൾ നമ്മൾ ഏകദേശം 2 മരത്തെ ചോപ്പ് ചെയ്തുള്ളൂ. ഇനി കുറേ കൂടി ചോപ്പ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ഈ സീഡ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാറുണ്ട്. ഇനി അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പാർട്ട് 1 സീഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ കളിച്ച് സ്റ്റാർട്ട് ചെയ്തോ. എന്നെപ്പോലെ ഇപ്പോൾ നിങ്ങൾ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് കഴിച്ച് ഈ ഒരു സീരീസ് മുന്നോട്ട് കൊണ്ടുപോകാം. അതാകുമ്പോൾ നമുക്ക് സിമ്പിളായിരിക്കും. നമുക്ക് എന്ന് വെച്ചാൽ ഒരുമിച്ച് കൊണ്ടുപോവുകയും ചെയ്യാം. അതേമാതിരി തന്നെ ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് അത് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു നെതർ പോർട്ടൽ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു ലാവ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലാവയുടെയുള്ള കോർഡിനേറ്റും കറക്റ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ അങ്ങനെ കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം പോയി ഒരു മൈൻക്രാഫ്റ്റ് ഒരു സാധനമൊക്കെ ഉണ്ടാക്കിയിട്ട് സീഡ് അടിച്ച് കയറിക്കോളൂ. ഇത് വെർഷൻ ഏതാണെന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റ് 1.21.81 ആണെന്നാണ് തോന്നുന്നത്. ഈ കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം വീഡിയോൻ്റെ. ഓക്കെ, നമുക്കിപ്പോൾ ഒരു 37 വുഡും കാര്യങ്ങളൊക്കെ അയക്കുന്നത്. പക്ഷേ ഇത് പോരാ, കുറച്ചധികം വുഡ് വേണം നമുക്ക്. എന്ന് വെച്ചാൽ നമുക്ക് ഒന്നാമത് എന്താ അറിയുമോ, ഇതില്ലേ എന്താ പറയുക, മേൽക്കൂര കെട്ടാൻ വേണ്ടി കുറേ സ്റ്റെയറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചധികം വുഡ് എടുക്കണം. അതിന് വേണ്ടി ഞാൻ ഈ ഒരു വിച്ച് വുഡാണ് എടുക്കുന്നത്. ഇതിനെന്താ വിച്ച് വുഡ് അങ്ങനെ എന്തോ അല്ലേ പറയും, എനിക്ക് അറിയില്ല. നോക്കട്ടെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്താണ്. ബിർച്ച് ലോഗ്. ഓക്കെ, ബിർച്ച് ലോഗാണ് എടുക്കുന്നത്. ഓക്കെ കുറച്ചധികം വേണം. ഈ ബിർച്ച് ലോഗും കുറേ നമുക്ക് വേണ്ടി വരും. എന്താ വെച്ചാൽ നല്ല രീതിക്ക് നമുക്ക് മേൽക്കൂര കെട്ടാനാണ് ശരിയായ ടൈമും ഒക്കെ പോവുക. അപ്പോൾ നമുക്ക് ഒരു മിനിമം ഒരു 1 സ്റ്റാക്ക് അല്ലെ 2 സ്റ്റാക്ക് വുഡ് എടുത്തേക്കാം. എന്തായാലും ഈ പിക്കാസ് പൊട്ടുന്നവരെ വുഡ് എടുത്തേക്കാം. അപ്പോൾ എന്തായാലും ഈ പിക്കാസ് പൊട്ടുന്നവരെ വുഡ് എടുത്തിട്ട് ബാക്കി കാണാം. സോ ഗൈസ്, നമ്മൾ പിക്കാസ് പൊട്ടുന്നവരെ ഒന്നും വുഡ് എടുത്തില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ വീടുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറേ ഒട്ടിക്കാനൊക്കെ വരും. അവിടെ മഴ പെയ്തു ഇവിടെ. ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് ക്ലിയർ ആയി കേൾക്കും അറിയില്ല. ഞാൻ മിക്കവാറും ഹെഡ്സെറ്റ് വരേണ്ടി വരും, എന്നാലും ഞങ്ങൾക്ക് ക്ലിയർ ആയി കേൾക്കണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് പൊട്ടിച്ചില്ല. ഒരു സ്റ്റാക്ക് ഉണ്ട്. അപ്പോൾ അത് മതിയായിരിക്കും. ബാക്കി നമുക്ക് നോക്കാം, വേണമെങ്കിൽ പോയി വെട്ടാലോ. ഗൈസ്, ഞാൻ ജസ്റ്റ് ഒന്ന് മൈക്രോഫോൺ ഊരേണ്ടി വരും, അല്ലെങ്കിൽ സീനാവും. ഞാൻ പറയുന്നപ്പോൾ തന്നെ ചിലപ്പം ബ്ലറായിട്ടായിരിക്കും കേൾക്കുന്നത്. എനിക്കും ഒന്നും കേൾക്കുന്നില്ല, അതാണ് സീന്. ഓക്കെ, വുഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൊത്തം കംപ്ലീറ്റ് ചെയ്ത് ജസ്റ്റ് ഇവിടെ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കെട്ടാണ്ട്, അല്ല സ്റ്റെപ്പല്ല, ഇവിടെ ഒരു മേൽക്കൂരയും കാര്യങ്ങളൊക്കെ കെട്ടാണ്ട് അതും കൂടി കെട്ടിയിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. ഇങ്ങനെ വരെ ഇതുവരെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഫുള്ള് ഇങ്ങനെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എന്താ ചെയ്യേണ്ടത്, ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ ബ്രിഡ്ജല്ല, നമ്മളാ ഒരു മേൽക്കൂരയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുക്കണം. വെയിറ്റൊക്കെ ഞാൻ ഇവിടെയും കൂടി ഒന്ന് ഇട്ട് നോക്കട്ടെ. അപ്പോൾ ഇവിടെ ഒരു ബ്ലോക്ക് വരും. ഇവിടെ നമ്മൾ ഒരു സാധാ കുറച്ചൊരു ട്രെൻഡിന് വേണ്ടിയിട്ട് ഇതാ ഈ ഒരു ബ്ലോക്കും കാര്യങ്ങളും ഇങ്ങനെ നേരെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇടാം. അതാകുമ്പോൾ കുറച്ചും കൂടി ലുക്ക് ഉണ്ടാവും. അപ്പോൾ ആദ്യം ഞാൻ കഴിച്ച് ഈ സ്റ്റെയറും കാര്യങ്ങളൊക്കെ ഒന്ന്
എടാ വീണടാ. ശേ ഓക്കെ ഇതിനെ കേറാൻ വലിയ പണിയൊന്നുമില്ല. പക്ഷേ സീനല്ല ഒന്നുമില്ല. ഓക്കെ അപ്പോൾ ഇതുമേലേക്ക് ഇങ്ങനെ നിൽക്കാൻ കഴിയില്ല. ഓക്കെ ഇങ്ങനെ ഒരൊറ്റ ഇതും കൂടി എടുത്തേക്കട്ടെ. എന്താ വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി കാണുമ്പോൾ ഒരു ലുക്ക് കിട്ടും. എന്ന് വെച്ചാൽ മുന്നിൽ നോക്കുമ്പോൾ ഒരു വീടിൻ്റെ തന്നെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ ഈ മേൽക്കൂര ഫുൾ ഇട്ടിട്ട് ബാക്കി വീഡിയോ കാണിച്ചു തരാം. സോ ഗൈസ് കുറച്ച് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മുടെ വീട് നമ്മൾ ബിൽഡ് ചെയ്തെടുത്തിരിക്കുന്നുണ്ട്. അയ്യോ അവിടെ ഒരു ഇതും കൂടി നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു ഡിസൈനിന് വേണ്ടി നമുക്ക് ഇവിടെ എന്താ പറയുക ഒരു പുകക്കോയിൽ വേണ്ടി സെറ്റ് ചെയ്യാം. ഒരു വാളൊക്കെ ഉണ്ടാക്കിയിട്ട് അത് കുറച്ചും കൂടി കാണാൻ കുറച്ചും കൂടി എന്താ പറയുക ഒരു രസം ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഈ വാളെങ്ങനെ ഉണ്ടാക്കുക? അതാ വാള്. എടാ ഒറ്റ അടിക്ക് 6 വാളുണ്ടാക്കി. എന്തിനുണ്ടാക്കിയാണ് ഞാൻ? എടാ എനിക്ക് ഒന്ന് മതി, ഒറ്റൊന്ന് ആണെങ്കിൽ നമുക്ക് 2 പുകക്കോയിൽ സെറ്റ് ചെയ്യാം. ഒന്ന് ഇവിടെ കിടക്കട്ടെ. എടാ ഇത് ഒരുമാതിരി കെട്ട പോക്കലായിട്ട്. പക്ഷേ ഇത് നമുക്ക് റെഡി ആക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സ്ലാബ് പോയി കഴിഞ്ഞാൽ റെഡി ആവേണ്ടതാണ്. ഒരു മിനിറ്റ് നോക്കട്ടെ. ഓക്കെ വെയിറ്റ്. ഇപ്പോൾ കുറച്ചും കൂടി കുഴപ്പമില്ലയെന്നേ പറയാൻ പറ്റൂ. അത്ര രസമൊന്നുമില്ല കാണാൻ സംഭവം. പക്ഷെ എന്നാലും കുഴപ്പമില്ല. എത്രയെങ്കിലുമൊക്കെ ഉണ്ടാക്കിയല്ല മതി. ഇത് 2 വെച്ചാലോ? അത് ബോറാവുന്നു. അല്ലെങ്കിലും കുറച്ച് ബോറായ മാതിരി ഉണ്ട്. പക്ഷേ സീനില്ല, കിടക്കട്ടെ. അങ്ങനെ നമ്മൾ വീടിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ ഒരു രസത്തിന് വേണ്ടി സൈഡിലൊക്കെ അങ്ങനെ എന്താ പറയുക സൈഡിലൊക്കെ കളറ് മാറിപ്പോയില്ലേ. ഒരു സംഭവം സെറ്റാക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഈ വീടിനെ ഫുള്ളൊന്ന് എന്താ പറയുക ഇപ്പോൾ ഒന്ന് സെറ്റാക്കി എടുക്കണം. അങ്ങനെയല്ല, നമുക്ക് ഒരു ഡെക്കറേഷനൊക്കെ മാതിരി ഇവിടെ ഫുള്ള് താഴത്ത് വെച്ചാൽ തന്നെ ഇവിടെയും ഫുള്ള് താഴത്ത് സ്റ്റെയർ വെച്ചിട്ട് മേലെ ഗ്ലാസ് ഇട്ടാലോ? അത് നല്ലൊരു ഐഡിയ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ അത്രയും ചെയ്യാനുള്ള വുഡ് ഉണ്ടാക്കണം. ഉണ്ടാക്കിയാൽ സെറ്റാക്കാം. പക്ഷേ ഒരു സീനുണ്ട്. നമുക്ക് എന്താ പറയുക ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് അധികം വുഡിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് സെറ്റാക്കേണ്ടി വരും. വെയിറ്റ്. ഓക്കെ ഇത് മൊത്തം ഇട്ടിട്ട് ബാക്കി കാണിച്ചു തരാം. ഓക്കെ അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റെയറും വെച്ച് വാതിലും വെച്ച് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിൽ പോയിട്ട് കുറച്ചധികം എന്താ പറയുക ചെസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ പ്ലേസ് ചെയ്യണം. അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ അടിഭാഗം ഒന്ന് സെറ്റാക്കണം. ഇവിടെ നമ്മൾ എന്താ ഇടുക ഇപ്പോൾ? സ്ലാബ് ഉണ്ട്, അതിട്ടാലോ? അത് ഇവിടെ പൊട്ടിച്ചിടുക പറയുന്നത് കുറച്ച് ചെറിയ വലിയ ലുക്ക് പോകുന്നൊരു പരിപാടിയാണ്. നമ്മൾ 2 ലെയർ നമ്മൾ അടിയിൽ ഒരു ലെയർ എന്താ വെച്ചാൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ ക്ലോസ് ചെയ്യാൻ വേണ്ടേ? അല്ല, ഓപ്പൺ ചെയ്യാൻ ക്ലോസ് ചെയ്യാൻ വേണ്ടേ? അപ്പോൾ നമ്മൾ ഒരു ലെവലും കൂടി കുഴിക്കേണ്ടി വരും ചെസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ലെവലും കൂടി വെച്ചിട്ട് നമ്മൾ സെറ്റാക്കാം. അപ്പോൾ സെറ്റായിട്ട് ബാക്കി കാണിച്ചു തരാം. സോ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് കല്ല് വെട്ടാൻ വന്നതാണ്. എന്തിനു വെച്ചാൽ നമ്മുടെ അടിയിൽ നമ്മൾ വിചാരിച്ച് വുഡിന് നേരം കല്ലിടാണ്. എന്നുവെച്ചാൽ അത് കുറച്ചും കൂടി നമ്മൾ റിസ്ക് കുറയല്ലോ. അല്ല റിസ്ക് എന്നല്ല, നമ്മുടെ പണി കുറയല്ലോ. അതുകൊണ്ടാണ്. ഓക്കെ എന്തായാലും കല്ലെങ്കിൽ കല്ല് നമുക്ക് എന്തെങ്കിലും ഒന്ന് വേണം. മണ്ണായി കഴിഞ്ഞാൽ ശരിയല്ലോ. മണ്ണാണെങ്കിൽ എന്തോ അലമ്പയ്ക്കും, ചെടിയൊക്കെ വേണം. പക്ഷെ കല്ലാണെങ്കിൽ കുറച്ചും കൂടി എന്താ പറയുക രസം ഉണ്ടാക്കണം. നമുക്ക് വേണം ഒരു ജസ്റ്റ് ടെക്സ്ചറിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു വുഡൻ ബ്ലോക്കൊക്കെ അതിൻ്റെ ഇടയിൽ കല്ലിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കയറ്റിയേക്കാം. അതാകുമ്പോൾ കുറച്ചും കൂടി അവിടെ ഇപ്പോൾ നമുക്ക് എന്താ പറയുക ഡൈവറേറ്റ് ആണ് വന്ന് കിട്ടി.
ഡയറക്റ്റ് ഇട്ടിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ജസ്റ്റ് കുറച്ചും കൂടി ലുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും വെച്ച് ഞാൻ തൽക്കാലം ഈ പിക്കാസ് എടുക്കുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ ഈ പിക്കാസ് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല സീന് വെട്ടാൻ ചാൻസ് ഉണ്ട്. എന്താ വെച്ചാൽ നമുക്കൊരു ഡയമണ്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സ്റ്റോൺ പിക്കാസ് ഒന്നും എടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ മിക്കവാറും ഇത് പൊട്ടിക്കഴിഞ്ഞാൽ എടുക്കേണ്ടി വരും. സാരില്ല, അയാളല്ലേ, അത് ഒപ്പിച്ചെടുക്കാം. അയാൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവാൻ മതിയാവും. അപ്പോൾ എന്നാലും ഞാൻ കുറച്ച് കല്ല് കെട്ടി കഴിഞ്ഞിട്ട് ബാക്കി കാണിച്ചില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ 2 സ്റ്റാക്ക് കൊബിൾ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. നമുക്ക് കൊബിൾ സ്റ്റോൺ ഫുള്ള് അവിടെ ഇങ്ങനെ വെതറണം. ഓക്കെ, അതാണ് നമ്മളിനി അടുത്ത പണി. അപ്പം വെതറിയിട്ട് ബാക്കി കാണിച്ചു തരാം. സോ ഗൈസ്, നമ്മൾ ഇവിടെ ഫുള്ള് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ടെക്സ്ചറിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ജസ്റ്റ് കുഴി കുഴിച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് എന്തൊക്കെയാണ് അവിടേക്ക് കൊടുക്കേണ്ടതെന്നൊക്കെ വെച്ചാൽ നൈസായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു എന്താ പറയുക, ജസ്റ്റ് ഒരു കാണുമ്പോൾ ഒരു ലുക്ക് അല്ല, ഒരു പാറ്റേൺ അല്ല, വെറുതെങ്കിലും അവിടെ ഇവിടെയൊക്കെ കുറച്ച് കുഴികളായിട്ട് അടുപ്പിച്ച് തരണം. അടുപ്പിച്ച് തന്നു കഴിഞ്ഞാൽ വലിയൊരു രസം ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ച് ലെങ്ത്ത് ഒരു 2 ബ്ലോക്ക് ഗ്യാപ്പിൽ ഇതാ ഇങ്ങനെയൊക്കെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവും. പ്രത്യേക രസമാണ് കാണാൻ. അത് ഞാൻ ഇപ്പം എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല. അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം, ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ വെയിറ്റ് ഒന്നും കൂടി അത് മതി. ഈ 3 എണ്ണം അടുപ്പിച്ച് വന്നിട്ട് ഒരു വലിയൊരു ഇത് പോകണമല്ലേ, എന്നെ കൊണ്ട് അത് അടച്ച് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഡയോറൈറ്റോ അല്ലെങ്കിൽ ഗ്രാസ് ബ്ലോക്കോ ഡയോറൈറ്റ് അല്ല ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ലുക്കായില്ലേ. എങ്ങനെ പറഞ്ഞു തരിക അറിയില്ല. ഓക്കെ, എന്തായാലും ലുക്കായിട്ടുണ്ടോ ഇല്ലേ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഇത് വേറെ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ മോസി കുടിച്ചോന്ന് പറഞ്ഞ കുറേ ബ്ലോക്ക് എന്തായാലും രസമായേനെ. പക്ഷേ ഇനിയിപ്പോൾ തൽക്കാലം ഇത് മതി, അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സ്റ്റോറേജ് ഏരിയ കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് സെറ്റാക്കണം. ഓക്കെ, ഇവിടെ രണ്ട് ജസ്റ്റ് അവിടെ ഇരിക്കട്ടെ തൽക്കാലം. ഓക്കെ, ഇവിടെ ഒരു ജസ്റ്റ് ഇരിക്കട്ടെ. നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരു ബാരൽ 2 ബാരൽ വെക്കാം. ഓക്കെ, തൽക്കാലത്ത് ഇത്ര വെക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ അടുത്ത്. ഇനി ബാക്കി നമ്മൾ കുറേ വുഡും കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് സെറ്റാക്കണം. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ സൈഡിൽ ഒരു ചെറിയ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തെടുക്കണം. എന്താ വെച്ചാൽ സൈഡിൽ നമുക്കൊരു കയറി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേറൊരു എക്സ്റ്റേണലായിട്ടൊരു ഡോർ ഉണ്ടാക്കണം. അതുകൊണ്ടെങ്കിൽ ഇവിടെയോ അല്ലെങ്കിൽ നമുക്കിതാ ഇവിടെ തന്നെ ഒരു ഡോറും കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുക്കാം. അപ്പം തന്നെ വെച്ചാളാം. ഡബിൾ ഡോർ വെക്കണമെങ്കിൽ വെക്കാം. ഓക്കെ, വെക്കാൻ ഡബിൾ ഡോർ വെക്കാം നല്ലത്. ഒരു ഡോറും കൂടി വേണ്ടേ, അത് നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത് തരാം. ഓക്കെ, വെയിറ്റ് ഡോർ. ഓക്കെ, അപ്പോൾ 4 ഡോറുണ്ട് മൊത്തത്തിൽ. വെയിറ്റ്. ഓക്കെ, ഡോറും കാര്യങ്ങളൊക്കെ എനിക്ക് എന്തോ നാവ് കേസ് എന്തോ സീനുണ്ട്. ഇതൊക്കെ കുറേ ചെക്കായി പോകുന്നുണ്ട്. അതുകൊണ്ട് തെറ്റിപ്പോയി ശരിയിട്ട്. ഓക്കെ അടച്ചു, തുറന്നു, സെറ്റ്, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡോറും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പരിപാടി എന്താ വെച്ചാൽ ഗ്ലാസ് കണ്ടുപിടിക്കാൻ കേസ്. അത് ശേഷം മെനക്കെട്ട പരിപാടിയാണ്. സീനിൽ നമുക്ക് സെറ്റാക്കാം. ഞാൻ ഈ സൈഡിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അത് ചെയ്ത് എനിക്ക് നിങ്ങൾക്ക് ഇതാക്കിയാൽ ചില ഇത് വീഡിയോ നല്ല ലെങ്ത്ത് കൂടുന്നുണ്ട്, എന്താ അറിയില്ല, നോക്കട്ടെ. സോ ഗൈസ്, നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞു എന്ത് ചീഫ് പറയാനായിട്ട് ഞാൻ കട്ട് ചെയ്ത് എനിക്ക് ഓർമ്മയില്ല. ഗൈസ്, നമ്മളൊന്ന് മാറി ചിന്തിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഗ്ലാസ് ഇടാനല്ലോ വിചാരിച്ചു. സോ പക്ഷേ ഗ്ലാസ് കണ്ടുപിടിക്കാൻ പോകുന്ന വഴി കൊണ്ട് നമ്മൾ തൽക്കാലം ഫെൻസ് ഇടുകയാണ്. ഫെൻസ് ആകുമ്പോൾ കുറച്ചും കൂടി എന്താ പറയുക ലുക്ക് ഉണ്ടാവും. ലുക്കുണ്ട്, കണ്ടില്ല, കാണാത്ത ലുക്കുണ്ട്. ഇതാകുമ്പോൾ കുറച്ചും കൂടി ചീപ്പ് വഴിയാണ്. പിന്നെ നമ്മളാണ് നമ്മുടെ പഴയ വീട്ടിൽ ചെസ്റ്റിലാക്കാൻ വേണ്ടിയിപ്പോൾ ചെസ്റ്റിലാക്കട്ടെ. പക്ഷെ ഞാനൊരു എൻ്റർപോളൊക്കെ കിട്ടി, കഴിച്ചലായി. ഓക്കെ, മണ്ണ് ഡേർട്ട് അവിടെ കിടക്കട്ടെ. ഇത് നമുക്ക് തിന്നാം. വൂൾ അവിടെ കിടക്കട്ടെ. സീഡ് അവിടെ കിടക്കട്ടെ. ടോർച്ച് നമുക്ക് ആവശ്യമുണ്ട്. നമുക്കിപ്പോൾ
എന്താ ചെയ്യുക. തൽക്കാലം ഇപ്പോൾ ഇത്ര കാര്യങ്ങൾ അടക്കട്ടെ, നമുക്ക് സ്റ്റോറേജ് കിട്ടാൻ കഴിക്കാം. ഓക്കെ. പിന്നെ താഴത്തും കൂടി ഒന്ന് ഫെൻസ് ഇടാം അല്ലേ? അല്ലേ താഴത്തും ഫെൻസ് ഇടാം. ഓക്കെ 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 അപ്പോൾ താഴത്ത് ഫെൻസ് ഇട്ടിട്ട് വയ്ക്കാൻ ചില. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വീടിൻ്റെ പണികളൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വെറുതെ വന്നപ്പോൾ ഒരു ഐഡിയ തന്നെയാണ്, ഈ സ്റ്റോറേജ് ഇത്രയും വലുപ്പത്തിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് ഇവിടെയൊക്കെ ജസ്റ്റ് വെക്കെങ്കിലും നമുക്കിവിടെ ജസ്റ്റ് ഒരു ഫാമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്, നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും അൺലിമിറ്റഡ് ആയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫാം സെറ്റാക്കാൻ വേണ്ടി നമ്മളെ വീടിൻ്റെ താഴെ തന്നെ നമ്മളിങ്ങനെ ഒരു സംഭവം സെറ്റാക്കുന്നത്. ഗെയിമിലും മഴ, പുറത്തും മഴ, മഴയോട് മഴ ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒരു സാധനം സെറ്റാക്കിയാണിത്. ഓക്കെ, അപ്പോൾ നമ്മളെ വീട് എന്തായാലും നമ്മളെ വീട് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, അപ്പോൾ ഇനി ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്, 20 നേരമുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും അതുവരെ ബൈ.